ഹലോ ഗൈസ്, ട്രിപ്പ് ആൻഡ് എപ്പിക് വിത്ത് ശരത്തിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്തുള്ള പഴശ്ശി ഡാമിനടുത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പഴശ്ശി ഡാമിനെ കുറിച്ചുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ണൂർ ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നുകൂടെയാണ് കേട്ടോ. ഡാം മാത്രമല്ല ഇവിടെ ഉള്ളത്, ഇവിടെ വലിയൊരു ഗാർഡനും കൂടെ ഉണ്ട്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്ത് ഇരിക്കൂർ ഇരിട്ടി സംസ്ഥാന പാതയിലാണ് കേട്ടോ. പടിയൂർ എന്ന ഗ്രാമപഞ്ചായത്തിലെ കൊയിലൂർ എന്ന പ്രദേശത്താണ് വളപട്ടണം നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സുന്ദരമായ ഈ അണക്കെട്ടുള്ളത്. അതായത് നമ്മുടെ പഴശ്ശി അണക്കെട്ട്. ഉത്തര കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാന ജലസേചന പദ്ധതിയാണ് കേട്ടോ ഈ പഴശ്ശി അണക്കെട്ടിൽ നടപ്പാക്കിയിരിക്കുന്നത്. നമുക്ക് നേരെ പഴശ്ശി ഗാർഡനിലോട്ട് ഒന്ന് പോയി നോക്കാം ഗൈസ്. ഈ കാണുന്നതാണ് പഴശ്ശി ഗാർഡൻ്റെ എൻട്രൻസ് ആണിത്. നിങ്ങളിവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് പഴശ്ശി ഗാർഡനിലേക്ക് ഉള്ള ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം. ഇവിടെ ഒന്ന് 30 രൂപ കൊടുത്ത് വേണം നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട്. അങ്ങനെ നമ്മളിവിടുന്ന് 30 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ ഗാർഡൻസിൻ്റെ ഉള്ളിലേക്ക് നടക്കുകയാണ്. കയറുമ്പോൾ തന്നെ ഒരു മനോഹരമായിട്ട് തടി വെച്ച് സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാലമുണ്ട്. നമ്മളിവിടെ കയറി നമ്മൾ നേരെ ചെല്ലുന്ന ഐ ലവ് പഴശ്ശി ഗാർഡൻ എന്നുള്ള ഒരു ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ്. ഇതിനോട് ചേർന്ന് വലിയൊരു സ്റ്റേജ് ഉണ്ട്. ഇവിടെ ഒരുപാട് പരിപാടികളൊക്കെ നടത്താറുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും നമ്മൾ പുറത്തുനിന്ന് കണ്ട ജസ്റ്റ് ഒരു ഗാർഡൻസ്, കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കയറിയത്. പക്ഷേ ഇതിനുള്ളിൽ വരുമ്പോൾ മറ്റൊരു ലോകമാണ് കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റികൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ. കാണുന്ന വലിയ ഊഞ്ഞാലുകൾ കണ്ടോ ഗൈസ്, ഇത് വളരെ ഹൈറ്റിലാണ് ഇവരിത് കെട്ടി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന ഒരു ഹൈലൈറ്റ് കൂടിയാണ് കേട്ടോ ഇത്. നമുക്ക് ഈ ഊഞ്ഞാലാടി ഒരുപാട് നല്ല ഹൈറ്റിൽ പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു പെറ്റ് ഹൗസ് ഉണ്ട്. ഇതിനുള്ളിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ കയറി എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് കുട്ടികൾക്കൊക്കെ ഹാപ്പി ആയിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റികൾ ഇതിനുള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഡാമിൻ്റെ താഴ്ഭാഗത്തായിട്ട് ബോട്ടിംഗ് സർവീസ് ഉണ്ട്. ഗൈസ്, നിങ്ങളീ കാണുന്നതാണ് ബോട്ടിംഗ് സർവീസ് നടത്തുന്ന സ്ഥലം. ഈ കാണുന്നതാണ് പഴശ്ശി ഡാമിൻ്റെ അടിഭാഗം, താഴ്ഭാഗം എന്ന് പറയുന്നത്. ആ കാണുന്നതാണ് പഴശ്ശി ഡാമിൻ്റെ ഷട്ടറും കാര്യങ്ങളൊക്കെ. അപ്പോൾ പഴശ്ശി ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിലാണ് ഇവർ ഈ ബോട്ടിങ് നടത്തുന്നത്. വലിയ ആഴമൊന്നുമില്ല, കാരണം ചൂടായത് കാരണം അത്യാവശ്യം വലിയ ഒഴുക്കൊന്നുമില്ല. വളരെ സേഫാണ്. ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്കിവിടെ ബോട്ടിങ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾക്കാർ വന്ന് ബോട്ടിങ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നല്ല വൈബാണ് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് ഫാമിലി ആയിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും, തീർച്ചയായിട്ടും. നമ്മൾ ഈ ചവിട്ടി പോകുന്ന ബോട്ടുകളുണ്ടല്ലോ, ചവിട്ടി പെഡസ്ട്രിയൽ ബോട്ടോ അങ്ങനെ എന്തോ ആണ് പറയുക അതിന്. നമ്മൾ അല്ലാണ്ട് മിഷൻ വെച്ചിട്ടുള്ള ബോട്ടുകളല്ല, നമുക്ക് ചവിട്ടി തന്നെ നമുക്ക് ഇതിനെ മുന്നോട്ട് നീക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടുകളാണ്. ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ തരും പോകുമ്പോൾ, അതുകൊണ്ട് സേഫ്റ്റി പ്രശ്നങ്ങളൊന്നുമില്ല.
ഗെയ്സ് അങ്ങനെ നമ്മൾ ഈ ഗാർഡൻസിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് പോകുവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് നമ്മുടെ കേരള ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുള്ള കൂടകളിലെ കൃഷി അപ്പം അതുകൂടെ നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം. നിങ്ങൾ ഈ കാണുന്നതാണ് ഈ മത്സ്യകൃഷി നടത്തുന്ന സ്ഥലം. ഈ പുഴയിൽ ഇവിടെ ബണ്ടിലുകളായിട്ട് തിരിച്ച് ഇതിനുള്ളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് അതിനെ വളർത്തുകയാണ് ചെയ്യുന്നത്. ഇത് വലുതായ ശേഷം ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഇവർ ലേലം വിളിച്ചൊക്കെ വിതരണം ചെയ്യുകയൊക്കെ ചെയ്യും. പുറത്തേക്കും ഇത് കയറ്റി അയക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എനിക്കറിയാൻ പാടില്ല കറക്റ്റായിട്ടുള്ള കാര്യം. എങ്കിലും വളരെ മനോഹരമായിട്ടുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. ഇത്രയും വെള്ളവും സ്ഥലവും ഒക്കെ അവർ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ അവർ കണ്ടുപിടിച്ചിട്ട് ഇതിനുള്ളിൽ ഈ മത്സ്യകൃഷി നടത്തുവാണ്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. നാട്ടുകാർക്കൊക്കെ നല്ല മത്സ്യങ്ങളെയും കിട്ടും, അതിൽ നിന്നൊരു വരുമാനവും കിട്ടും. അപ്പോൾ ഗൈസ് നിങ്ങൾക്കും ഇവിടെ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ വന്ന ശേഷം ഇരിട്ടിയിലേക്ക് വന്നാൽ മതി. ഇരിട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ വിസിറ്റ് ചെയ്തിട്ട് പോകാം. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഗൈസ്. അപ്പം ഇന്ന് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ ഗൈസ്.